10 വർഷം മുമ്പ് ആണ് ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതെന്ന് സങ്കല്പിക്കുക. കമ്പ്യൂട്ടർ സയൻസോ IT പോലുള്ള കോഴ്സുകളാണ് അന്ന് എടുത്തിരുന്നതെങ്കിൽ ഇന്ന് ആഫ്റ്റർ 10 ഇയേഴ്സ് നിയർലി ഒരു 2 to 3 ലാക്ക് ആവറേജ് സാലറി നല്ലൊരു പൊസിഷനിലാണെങ്കിൽ ഇന്ത്യയിൽ ഏൺ ചെയ്യാൻ സാധിച്ചിരുന്നതിന്. ഇനി വിദേശത്ത് ഉള്ള കൺട്രീസിലാണെങ്കിൽ ഒരു 4 to 8 ലാക്സ് ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് ആയിട്ട് ഇന്ന് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായേനെ. 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് 6 ഇയർ എക്സ്പീരിയൻസ് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ആഫ്റ്റർ 10 ഇയേഴ്സ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇവിടുന്ന് 10 ഇയേഴ്സ് ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 2025 2030 to 35 പീരീഡിൽ നല്ലൊരു ഹൈ പേയിങ് ജോബിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ പൊസിഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് എടുക്കുന്ന തീരുമാനത്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലോങ് ടൈം തിങ്ക് ചെയ്തിട്ട് കരിയർ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, അതോ അവരുടെ പേരൻറ്റോ ആണ് നിങ്ങളെങ്കിൽ, ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ബൈ ദ വേ, ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം വിസിറ്റർ, ഈ ചാനലിലേക്ക് നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ thanks for tuning in. I am Abhin Mahadev. I am a study abroad coach. I help students to make wiser and smarter study abroad decisions. ഇനി അതല്ല നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടേക്ക് എ പോസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ റൈറ്റ് നൗ. സോ മുന്നോട്ട് നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്ക് 2030 to 35 എന്ന് പറയുമ്പോൾ ലോകം ഒത്തിരി മാറിയിട്ടുണ്ടാകും. ഒരു 50 to 100 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി എങ്ങനെയാണോ ലോകത്തിലൊരു മാറ്റം ഉണ്ടാക്കിയത്, അതുപോലാണ് AI ഇന്നൊരു വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതൊരു റെവല്യൂഷൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ AI ടെക്കും അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, ഈ 3 ടേംസും കൂടെ ചേർന്നിട്ടുള്ളൊരു വൺ റെവല്യൂഷൻ ആയിരിക്കും 2030 തൊട്ട് 35 വരെ ഉള്ള ടൈമിൽ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ആയിട്ട് നമുക്കൊരു കരിയർ ചൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സ്ട്രീം അല്ലെങ്കിൽ ആർട്സ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇത് തുടങ്ങി ഏതെങ്കിലും ഒരു സ്ട്രീമിൽ മാത്രം ഒതുങ്ങി നിന്ന് ആ ഒരു സ്ട്രീമിൽ മാത്രമായിട്ട് കോഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല. ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി അതിനുള്ള കാര്യങ്ങൾ അവർ അവലംബിച്ചു കഴിഞ്ഞു. അതായത് ഇനി US ചില യൂണിവേഴ്സിറ്റീസിൽ ആർട്സ് അല്ലെങ്കിൽ എന്താ പറയാനാ ഡിസൈനിങ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ വിത്ത് AI, അതായത് ആർട്സ് പ്ലസ് AI, ഹ്യൂമാനിറ്റീസ് പ്ലസ് AI എന്ന് ഉള്ള രീതിയിൽ തന്നെയുള്ള പ്രോഗ്രാംസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അത് കീപ്പ് ഇൻ മൈൻഡ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇതിന് വേണ്ടത്. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു വിച്ച് ആർ ദ പോപ്പുലർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിലത്തേക്ക് നെക്സ്റ്റ് ഡെക്കേഡിലേക്കുള്ള കരിയർ സ്ട്രീംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ് ഈസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ്. AI-യുടെ വിപ്ലവം നടക്കുമ്പോൾ AI റിലേറ്റഡ് ജോബ്സ് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് വളരാൻ വേണ്ടി പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15.7 ട്രില്യൺ എക്കണോമി ആയിട്ടാണ് 2030 ആകുമ്പോൾ തന്നെ ഏകദേശം AI-യുടെ മാർക്കറ്റ് സൈസ് വളരാൻ വേണ്ടി പോകുന്നത്. AI റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ ജോബ്സും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2030 ആകുമ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. ഇനിയിപ്പം സ്പേസിലും ഡിഫൻസിലും ഹെൽത്ത് കെയറിലും എന്ന് വേണ്ട നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലുമുള്ള ഒത്തിരി കാര്യങ്ങളിൽ AI ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയും ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെ AI-യുടെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഏകദേശം $250,000 വരെയാണ് ആനുവൽ സാലറീസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇത് തന്നെയാണ്. സോ എഡ്യൂക്കേഷനോടൊപ്പം സ്കില്ലും കൂടെ വളർത്തിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സാലറി അല്ലെങ്കിൽ കരിയർ സ്കോപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ഞാൻ ഈ ലിസ്റ്റിൽ AI ഉൾപ്പെടെ മറ്റേത് പ്രോഗ്രാംസ് പറഞ്ഞാലും മേക്ക് ഷുവർ study in the right university and select the right program. At the same time build your professional as well as personal skills. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റീഷനെ സൈഡ് ലൈൻ ചെയ്തിട്ട് നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റുള്ളൂ. സെക്കൻഡ് ഈസ് ഫിൻടെക് ആൻഡ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെ 20 വർഷം മുമ്പ് സങ്കല്പിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. അന്നുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്?
ഒരു 10 രൂപ പോലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോകേണ്ട ഒരു ടൈമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് UPI ഉണ്ട്. അതുപോലെ ഒത്തിരി ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 10 രൂപ പോയിട്ട് 1 രൂപ പോലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആരും ബാങ്ക്സിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്രിപ്റ്റോ കറൻസി. ഇന്ന് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലൈസ്ഡ് അല്ല, ബട്ട് ഗ്ലോബലി പല കൺട്രീസിലും ലീഗലൈസ്ഡ് ആണെന്ന് മാത്രമല്ല, അവർ ഓൾറെഡി ട്രാൻസാക്ഷൻസ് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഡിജിറ്റൽ കറൻസി മോർ ഓർ ലെസ് അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിൽ വരും. ഇനി വിദേശത്ത് പഠിച്ച് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓൾറെഡി ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസീസ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ് മജോറിറ്റി കൺട്രീസും. സോ ഇങ്ങനൊരു വേൾഡിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഡിജിറ്റലൈസ്ഡ് ഒരു വേൾഡിൽ കൂടി ആയിരിക്കും നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഫിസിക്കലി ഉള്ള ഇൻവോൾവ്മെൻറ്റ്സ്, അതായത് ഫിസിക്കലായിട്ടുള്ള ബാങ്ക്സിൻ്റെ റോള് ഓൾമോസ്റ്റ് സീറോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷൻസും UPIയും ഇതുപോലെ തന്നെ ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസീസിൻ്റെയും യൂസും ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, ഇപ്പം ഒരു 20 വർഷം മുമ്പ് ട്രേഡിങ്, അതായത് ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ സ്റ്റോക്സ്, അതുപോലെ ട്രേഡിങ്ങിനകത്തൊക്കെ തന്നെ ആൾക്കാർ വളരെ കൺവെൻഷണൽ മെത്തേഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് തൊട്ട് സോഫ്റ്റ്വെയർസ് വരാൻ വേണ്ടി തുടങ്ങി. ഇപ്പം അവിടെയും AI അല്ലെങ്കിൽ ഫിൻടെക് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ട്രേഡിങ് പോലും നടത്തുന്നത്. അപ്പം ലോകം തന്നെ ഇനിയിപ്പം ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള വൺ ഓഫ് ദ ഫീൽഡാണ് ഫിനാൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് പോലുള്ള സെഗ്മെൻറ്റുകൾ. അതിലും ഹയർ സാലറി ഈവൻ നൗ ഇപ്പം തന്നെ ഫിൻടെക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സിന് അവൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഏകദേശം 1.5 ട്രില്യൺ എക്കണോമി ആയിട്ടാണ് ഗ്ലോബലി ഈ ഫിൻടെക് മാർക്കറ്റ് 2030 ആകുമ്പോൾ തന്നെ മാറാൻ വേണ്ടി പോകുന്നത്. ഏകദേശം $2 ലക്ഷം പെർ ആനം ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരെ ഇതിന് ഇപ്പോൾ തന്നെ പോസിബിൾ ആണ്. കാരണം പുതിയ ഫീൽഡാണ്. ക്രിയേറ്റിവിറ്റി ഉള്ള ഈ ഫീൽഡിൽ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള ഗ്രാജുവേറ്റ്സിനെയാണ് കമ്പനീസ് ഇതിനു വേണ്ടി ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും. സോ ഇതിനുള്ള റൈറ്റ് സ്കില്ലും ഉണ്ട്, ഇൻട്രസ്റ്റും പാഷനും ഉണ്ടെങ്കിൽ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. സോ അങ്ങനെയെങ്കിൽ ദിസ് ഈസ് എ ഗോൾഡ് മൈൻ. തേർഡ് ഇൻ ദ ലിസ്റ്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ നമുക്കറിയാം, പണ്ട് കടയിൽ പോയി വേണമായിരുന്നു സാധനം മേടിക്കേണ്ടിയിരുന്നത്. ഇന്നത്തെ യുവതലമുറ അതൊന്നും അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. എന്ത് വേണോ അതെല്ലാം തന്നെ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ ഡെലിവറി ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്, ആ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നു, ഫുഡ് പോലും നമുക്ക് എന്ത് വേണോ അത് അത്യാവശ്യം ഒരു സിറ്റി ലിമിറ്റ്സിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഈസിലി തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഒരു ചെറിയ പേന തൊട്ട് TV, റെഫ്രിജറേറ്റർ തുടങ്ങിയ കാര്യങ്ങൾ വരെ ഇന്ന് നമുക്കൊരു വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് മനസ്സിലാക്കാൻ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും 30% ആണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ്. കാരണം ഗ്ലോബലി ഇത്രയധികം എക്കണോമിയും റെവല്യൂഷനും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ ഫീൽഡിൻ്റെ ആ ഒരു വർത്ത് കൊണ്ടാണ്. സോ മേക്ക് ഷുവർ ഇതൊരു കോമൺ കോഴ്സാണ്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ള എല്ലാ കൺട്രീസിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹൈലി സെലക്റ്റീവ് ആയിരിക്കണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു ഹയർ സ്റ്റഡീസ് പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ. ഫോർത്ത് ഇൻ ദ ലിസ്റ്റ് ഈസ് സൈബർ സെക്യൂരിറ്റി. ടെക്നോളജിയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും ഡിജിറ്റൽ മണിയും ഗ്രോ ചെയ്യുന്ന നമ്മുടെ വേൾഡിൽ സൈബർ അറ്റാക്സും അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്യും. അതിൻ്റെ ഒരു സ്റ്റാറ്റ്സ് തന്നെ പറയുന്നത് ഏകദേശം 2035 ആകുമ്പോഴത്തേക്കും സൈബർ അറ്റാക്സ് 400 മടങ്ങാണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ നിന്ന് തന്നെ എവിഡൻ്റ് ആണ് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഫീൽഡിൽ ഉണ്ടാകും എന്നുള്ളത്. നിലവിൽ തന്നെ ഈ ഒരു ഫീൽഡിന് ഇത്രയും ഗ്രോത്ത് റേറ്റ് ഉണ്ട്, അത്രയും കണ്ട് സ്കിൽഡ് പ്രൊഫഷണൽസിന് ആവശ്യകതയുണ്ട്. സോ ഈ ഒരു ഫീൽഡിൽ പാഷനേറ്റ് ആയിട്ടൊരാളാണോ, കൂടുതൽ കമ്പനീസിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനെയും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഏർജിങ് കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ദെൻ ഈ ഫീൽഡ് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം
$3 lakh per annum വരെ ആനുവൽ സാലറീസിനുള്ള പൊട്ടൻഷ്യൽ ഈ ഫീൽഡിനകത്തുണ്ട്. ഈ ഫീൽഡ് പ്രൈവറ്റ് കമ്പനീസ് മാത്രമല്ല, ഗവൺമെൻറ്റും എന്തിനു പറയുന്നു, AI സിസ്റ്റംസിൽ വരെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത മാൻഡേറ്ററിയാണ്. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ സീരീസിൻ്റെ പാർട്ട് 1 ഇതോടുകൂടി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2.